വിജയകുമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭാരതം ഇന്ത്യ നമ്മുടെ ജന്മഭൂമിയാണ്. നമ്മുടെ ജന്മദേശത്തെ വെട്ടിമുറിക്കാൻ ആര് ശ്രമിച്ചാലും നമ്മുടെ നാട് എന്നും ഒരുമിച്ച് അതിനെതിരായി ശബ്ദിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടനയിൽ ഒരു ഭാഗമാണ് ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന്, മതനിരപേക്ഷ രാജ്യമാണ്. ആ മതനിരപേക്ഷതയുടെ കടക്കൽ കൊണ്ടുപോയി കത്തിവെക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ. അവർ ഈ നിയമത്തിൽ കൂടി പറയുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ മനുഷ്യരെ 6 മതജനവിഭാഗങ്ങളെ എന്തിനങ്ങനെ പറയുന്നത്? വന്ന മുഴുവൻ ആളുകളെയും പറഞ്ഞൂടെ? അതിൽ മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റി നിർത്തിയതിന്റെ അർത്ഥം എന്താ? അതിനർത്ഥം ഇന്ത്യ വിഭജിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ ഹിന്ദു രാജ്യത്തിലേക്ക് പോകുന്നു, അതിന്റെ പടിയാണിതെന്നാണ്. അത് നമ്മുടെ രാജ്യം ഒരിക്കലും അനുവദിക്കില്ല. അതാണ് നേരത്തെ സഖാവ് വിജയകുമാർ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അവർ മതനിരപേക്ഷ വിശ്വാസികളാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും ദളിതരുമെല്ലാം. ആ നാട്ടിൽ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഒരു പടി കൂടി മുന്നോട്ട് പോകാനാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മുസ്ലിം സമുദായത്തെയാണ് നോട്ടമിട്ടതെങ്കിൽ നാളെ ക്രിസ്ത്യൻ സമുദായത്തിൽ നോട്ടമിടും, മറ്റ് സമുദായത്തിൽ നോട്ടമിടും. അവസാനം ഹിന്ദു രാജ്യമെന്ന് അവന്റെ മുദ്രാവാക്യം നടപ്പിലാക്കാൻ പരിശ്രമിക്കും. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും അപകടകരമായ സൂചനയാണ്. നിങ്ങൾക്കറിയാമോ, ആസാമിൽ നേരത്തെ നടപ്പിലാക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് സമരങ്ങൾ ഉണ്ടായിരുന്നു. ആസാമിലെ സമരങ്ങൾ നമ്മുടെ മനസ്സൊന്നും മാഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നടന്ന സമരങ്ങൾ നമ്മുടെ മനസ്സൊന്നും പോയിട്ടില്ല. നമ്മുടെ ഭരണഘടനയെ തന്നെ ഈ നാട്ടിൽ നോക്കുകുത്തിയായിക്കൊണ്ട് ഇന്ത്യൻ ഭരണാധികാരികൾ നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണിത്. 2019 ഇത് ആദ്യമായി പാർലമെന്റിൽ പാസാക്കി. 2024 ഈ കാലം വരെ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് മാറ്റിവെച്ചു. എന്തിനാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്? ബോധപൂർവം വോട്ട് ലാക്കാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ മതവികാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയും അത് വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീചമായ കുടിലതന്ത്രമാണ് ഇപ്പൊ BJP പ്രയോഗിച്ചിരിക്കുന്നത്. അതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. മതേതര വിശ്വാസികൾക്ക് മാത്രമല്ല, ഈ നാട്ടിൽ മതനിരപേക്ഷത മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിരന്തരമായി ഒരു തരത്തിലും ചാഞ്ചല്യമില്ലാതെ പോരാടുന്ന ഈ നാട്ടിലെ മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് ഇന്നിവിടെ ഈ സമരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ സമരത്തിന് സൂചന നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യ നമ്മുടെ ജന്മഭൂമിയാണ്. ആ ജന്മഭൂമിയിലെ മനുഷ്യരെ നമ്മളെ തമ്മിൽ തല്ലിച്ച് നമ്മുടെ ഇവിടുന്ന് മാറ്റി നിർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ഒറ്റക്കെട്ട നേരിടുമെന്ന പ്രഖ്യാപനമാണ് ഈ സമരം നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ സമരത്തിന്റെ പ്രഖ്യാപനം നമ്മുടെ നാട്ടിന്റെ പൊതുവായ കാഴ്ചപ്പാടാണ്. ഈ നാട് മതനിരപേക്ഷതയുടെ ശക്തമായ പോരാട്ട ഭൂമിയായിരുന്നു. നമ്മുടെ നാടിന്റെ തലസ്ഥാനം അങ്ങനെയായിരുന്നല്ലോ. ആ പോരാട്ട ഭൂമിയിൽ ഈ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അതാണ് വിജയകുമാർ നേരത്തെ പറഞ്ഞത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു, നമ്മൾ നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല. നമ്മളൊരു തീരുമാനമെടുത്ത് പറയാണ്, ഇത് നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനെതിരായി അവസാനത്തെ നിമിഷം വരെ പോരാടാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സുഹൃത്തുക്കളെ. ആ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ പ്രതിഷേധ പ്രകടനം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.